എപ്പോഴും നമ്മൾ റൈസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ ബിരിയാണിയും പ്ലെയിൻ റൈസും മാത്രം ചെയ്യാതെ ഫ്ലേവർഫുള്ളായിട്ടുള്ള പലതരം റൈസ് റെസിപ്പീസ് ഉണ്ട്. അതിലൊന്നായിട്ടുള്ള ടൊമാറ്റോ റൈസാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഒരല്പം സ്പൈസി ആയിട്ട് ഇത് ചെയ്യാമെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന്. നമുക്ക് ഇന്ന് ടൊമാറ്റോ റൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 കപ്പ് റൈസിനുള്ളതാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇത് സോക്ക് ചെയ്ത് വെക്കണ്ട, വൃത്തിയായിട്ടൊന്ന് കഴുകി സ്ട്രെയിൻ ചെയ്തങ്ങ് വെച്ചിരുന്നാൽ മതി. ഒത്തിരി നേരം സോക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ വൃത്തിയായിട്ട് 1-2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയ്ക്കകത്ത് സ്ട്രെയിനറിനകത്ത് ഒന്ന് വെള്ളം തോരാനായിട്ട് വെച്ചാൽ മതി. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇത് വൃത്തിയായിട്ട് കഴുകി ഞാൻ സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചു. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബേസ് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ജീരകം ഇടാം. ക്യുമിൻ സീഡാണ്, നല്ല ജീരകം എന്നൊക്കെ ചിലർ പറയും. അതിനകത്തേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് പകുതി റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇടിച്ചു വെച്ച വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പം കട്ടി കുറഞ്ഞരിഞ്ഞ സവാള. വെളുത്തുള്ളിയും നന്നായിട്ട് റോസ്റ്റ് ആകണം. സവാളയും നല്ലതുപോലെ റോസ്റ്റ് ചെയ്യണം, എങ്കിലേ ടൊമാറ്റോ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. അത് നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ ഉപ്പിട്ട് കൊടുത്താൽ ഒരുപാട് വെള്ളം ഇറങ്ങും ഉള്ളിക്കകത്തുനിന്ന്. ഇങ്ങനെ നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലി ചേർത്ത് പൊടിച്ച ഗരം മസാലയാണത്. അതിൻ്റെ ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു. അപ്പം 1 കപ്പ് റൈസിന് ഒരു 2 തക്കാളി വെച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, മീഡിയം സൈസിലുള്ളത്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളി നല്ലതുപോലെ വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സമ്മതിക്കല്ലേ. ഇങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങുന്ന ഉടനെ നമുക്കറിയാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. മസാല അടിക്ക് പിടിക്കാൻ സമ്മതിക്കരുത്, അത് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആ കഴുകി തുവർത്തി വെച്ച ചോറ് അരിയിട്ട് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിയിലെല്ലാം നല്ലതുപോലെ മസാല പിടിക്കാൻ. ചോറ് വേവിക്കുമ്പോൾ ചോറ് തമ്മിൽ അത് ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയിട്ട് കിടന്നോളുകയും ചെയ്യും. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. കറിവേപ്പിലയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടാം. ആദ്യമേ ഇട്ട് വഴറ്റാതെ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. 2 കപ്പ് അരിക്ക് 4 കപ്പ് അരിയാണ് സാധാരണ ഇടേണ്ടത്. പക്ഷെ ഒരു 1/4 കപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി, ചോറ് വെന്ത് പോകാതിരിക്കാൻ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. വെള്ളം നികയ്ക്കാകുന്നതിന് വരെ ഒന്ന് അടച്ചു വെക്കണം. നല്ല ഭംഗിയായിട്ട് ഇത് അധികം ഒന്നും വെന്ത് പോകാതെ വരുന്നുണ്ട്. അതിന് കളറൊക്കെ കണ്ടോ, നല്ല പ്രോപ്പർ ടൊമാറ്റോ റൈസ്. ഇനി സ്പൈസ് നമുക്ക് വേണമെങ്കിൽ ഇതിനൂടെ നമുക്ക് ചില്ലി പേസ്റ്റ് റെഡിമെയ്ഡായിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി, ചാനലിലുണ്ട്. നല്ല സൂപ്പർ ടൊമാറ്റോ റൈസ് റെഡിയാണ്. ചെയ്ത് നോക്കണേ ഇങ്ങനെ. ഇത് വെറുതെ കഴിക്കാൻ നല്ലതാണ്. പപ്പടവും സാലഡ് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിക്കിൾ വേണമെങ്കിൽ അങ്ങനെ ആവാം, ചിക്കനോ മുട്ടയോ വേണമെങ്കിൽ അങ്ങനെ ആകാം. ഇഷ്ടപ്പെട്ടു എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.